ഹായ് എവരി വൺ. നമ്മളിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് അവഞ്ചേഴ്സ് NFT മാർക്കറ്റ് പ്ലേസിനെ കുറിച്ചാണ്. അവഞ്ചേഴ്സ് NFT എന്ന് പറയുന്നത് 100% വെരിഫൈഡ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്. ഇത് ഫുള്ളി ഡീസെൻട്രലൈസ്ഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരു അതോറിറ്റിയോ അല്ലെങ്കിൽ ഒരു കമ്പനിയോ ഇല്ല. ഇവിടെ നമ്മുടെ ഫണ്ട് ഫുൾ ടൈം നമ്മുടെ വാലറ്റിലായിരിക്കും ഉണ്ടാവുന്നത്. ഇവിടെ ഒരു ക്യാപിറ്റൽ ലോക്ക് എന്ന് പറയുന്ന സിസ്റ്റമേ ഇല്ല. ഈ അവഞ്ചേഴ്സ് NFT എന്ന് പറയുന്നത് NFT-കൾ ബൈയും സെല്ലും ചെയ്യാനുള്ളൊരു മാർക്കറ്റ് പ്ലേസ് ആണ്. ഇവിടെ അവഞ്ചേഴ്സ് NFT മാർക്കറ്റ് പ്ലേസിൽ നമുക്ക് പ്രോഫിറ്റ് ലഭിക്കുന്നത് NFT-കൾ ബൈയും സെല്ലും ചെയ്തുകൊണ്ടാണ്. ഇവിടെ നമ്മളൊരു NFT ബൈ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളുടെ അസറ്റായി മാറും. ഈ അവഞ്ചേഴ്സ് NFT മാർക്കറ്റ് പ്ലേസിലെ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അവഞ്ചേഴ്സ് NFT എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റം ഫുൾ BSC നെറ്റ്വർക്കിലാണ് റൺ ചെയ്യുന്നത്. ഇതിന്റെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഒരു NFT ബൈ ചെയ്യുന്നു, ആ NFT നമ്മൾ സെല്ലിനിടുന്നു. അവിടെ വേൾഡ് വൈഡ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ NFT-കൾ ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു. അവരത് ബൈ ചെയ്ത ഉടൻ നമ്മളുടെ NFT അവർക്ക് പോകുന്നു, അവരുടെ ഫണ്ട് നമ്മൾക്ക് വരുന്നു. അതോടുകൂടെ നമ്മളുടെ ക്യാപിറ്റൽ നമ്മുടെ വാലറ്റിലേക്ക് എത്തുന്നു. ഈ ഒരു സിമ്പിൾ പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. അവഞ്ചേഴ്സ് NFT-യിലേക്ക് നമ്മൾ എൻ്റർ ആവണമെങ്കിൽ നമുക്ക് 5 രീതിയിലുള്ള കാർഡുകളാണുള്ളത്. അത് ഓരോ വ്യക്തിയുടെയും കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം. ഇൻഫിനിറ്റി ബേസ് കാർഡ് ഉണ്ട്, ഇൻഫിനിറ്റി പ്രോ കാർഡ് ഉണ്ട്, ഇൻഫിനിറ്റി പ്രീമിയം, ഇൻഫിനിറ്റി VIP, ഇൻഫിനിറ്റി ഡയമണ്ട്. ഈ 5 രീതിയിലുള്ള കാർഡുകളാണ് നമുക്കുള്ളത്. ഇൻഫിനിറ്റി ബേസ് എന്ന് പറയുന്നത് $20 കാർഡാണ്. അതിൻ്റെ എക്സ്പയർ എന്ന് പറയുന്നത് 10x വരെയാണ്. അവിടെ നമ്മൾക്ക് ഒരു ദിവസം ട്രേഡ് ചെയ്യാൻ പറ്റുന്നതും 10x ആണ്, അഥവാ $200 വരെയാണ്. അവിടെ നമുക്ക് ഈ $200 പ്രോഫിറ്റ് നിശ്ചയിക്കാൻ പറ്റുന്നത് 1% തൊട്ട് 4% വരെയാണ്. ഇൻഫിനിറ്റി പ്രോയുടെ പാക്കേജാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, അഥവാ $50 പാക്കേജാണ് എടുക്കുന്നതെങ്കിൽ അവിടെ നമ്മൾക്ക് $500 വരെയാണ് ഒരു ദിവസം ട്രേഡ് ചെയ്യാൻ പറ്റുന്നത്. 1% തൊട്ട് 5% വരെയാണ് പ്രോഫിറ്റ് നിശ്ചയിക്കാൻ പറ്റുന്നത്. ഇൻഫിനിറ്റി പ്രീമിയം അഥവാ $100 കാർഡുകളാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾക്ക് അവിടെ $1000 വരെയാണ് ഒരു ദിവസം ട്രേഡ് ചെയ്യാൻ പറ്റുന്നത്. 1% തൊട്ട് 6% വരെയാണ് പ്രോഫിറ്റ് ഇടാൻ പറ്റുന്നത്. ഇൻഫിനിറ്റി VIP കാർഡാണ് നമ്മളവിടെ ചൂസ് ചെയ്യുന്നതെങ്കിൽ $200 കാർഡാണ്. അവിടെ നമുക്ക് $2000 വരെ ഒരു ദിവസം പർച്ചേസ് ചെയ്യാം. 1% തൊട്ട് 7% വരെ പ്രോഫിറ്റ് നിശ്ചയിക്കാം. ഇനി ഏറ്റവും മികച്ച ഡയമണ്ട് കാർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് $500 കാർഡുകളാണ് ചൂസ് ചെയ്യാൻ പറ്റുന്നത്. അവിടെ 5000 വരെ നമുക്കൊരു ദിവസം ട്രേഡ് ചെയ്യാം. അതുപോലെ 1% തൊട്ട് 8% നമുക്ക് പ്രോഫിറ്റിന് നിശ്ചയിക്കാനും പറ്റും. ഇവിടെ ഓരോ പ്രോഫിറ്റ് നിശ്ചയിക്കുമ്പോഴും അതിൻ്റെ 50% പ്ലസ് ക്യാപിറ്റലുമാണ് ഓരോ വ്യക്തികൾക്കും തിരിച്ചു വരുന്നത്. ബാക്കി വരുന്ന 50% നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തു പോവുകയാണ് ചെയ്യുന്നത്. ഇനി ഈ കാർഡിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓരോ കാർഡുകൾ എടുക്കുന്ന സമയത്തും നമ്മൾക്കതിൻ്റെ 20% ക്രിയേറ്റേഴ്സിനാണ് പോകുന്നത്, 5% ബേൺ വാലറ്റിലോട്ടാണ് പോകുന്നത്. ബാക്കി വരുന്ന ശതമാനം, അതായത് 75% പോകുന്നത് നമ്മളുടെ ലെവൽ ഇൻകത്തിലോട്ടാണ്. 15% ഫസ്റ്റ് ലെവലിലും, 10% രണ്ടാമത്തെ ലെവലിലും, 5% മൂന്നാമത്തെ ലെവലിലും, അങ്ങനെ 15 ലെവലോളം നമ്മൾക്ക് എന്ത് ചെയ്യും, ലെവൽ ഇൻകമായിട്ട് കിട്ടുന്നുണ്ട്. ലെവൽ ഇൻകം കിട്ടാനുള്ളൊരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒരു വ്യക്തി അയാൾക്ക് ഡയറക്റ്റ് 2 റെഫറൽ കൊണ്ടുവന്നാൽ മാത്രമേ 10 ലെവൽ നമ്മൾക്ക് ഓപ്പൺ ആവുകയുള്ളൂ. അതുപോലെ ഒരു വ്യക്തി 5 ഡയറക്റ്റ് റെഫറൽ കൊണ്ടുവന്നാൽ മാത്രമേ അവർക്ക് 15 ലെവൽ ഇൻകം കിട്ടുള്ളൂ. ഇവിടെ നമ്മൾ കാർഡിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞു. ഇനി നമ്മളുടെ NFT പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു 50% പ്ലസ് ക്യാപിറ്റലാണ് ഒരു വ്യക്തിക്ക്, അതായത് ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്നത്. ബാക്കി വരുന്ന 50%-ലെ 15% ക്രിയേറ്റർക്കാണ് പോകുന്നത്, 5% ബേൺ വാലറ്റിലോട്ടാണ് പോകുന്നത്. പിന്നെ വരുന്ന 12% ഫസ്റ്റ് ലെവൽ ഇൻകമായിട്ട് നമ്മൾക്ക് കിട്ടുന്നുണ്ട്. അതായത് നമ്മൾ ആരാണോ ജോയിൻ ചെയ്യിപ്പിച്ചത് ആ വ്യക്തിക്ക് നമ്മൾ ട്രേഡ് ചെയ്യുന്നതിൻ്റെ 15%, ട്രേഡ് ചെയ്യുന്ന പ്രോഫിറ്റിൻ്റെ 15% നമ്മളെ ജോയിൻ ചെയ്യിപ്പിച്ച വ്യക്തിക്ക് കിട്ടുന്നുണ്ട്. ബാക്കി 5% അയാളെ ജോയിൻ ചെയ്യിപ്പിച്ച വ്യക്തിക്ക്, അങ്ങനെ 15 ലെവലോളം ലെവൽ ഇൻകമായിട്ടും നമ്മൾക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ക്യാപിറ്റലും നമ്മൾ ട്രേഡ് ചെയ്യുന്നതിൻ്റെ പ്രോഫിറ്റും ഇൻസ്റ്റൻ്റായി നമ്മളുടെ വാലറ്റിലോട്ട് വരുന്നുണ്ട്. അവിടെ ഒരു വിഡ്രോവലിൻ്റെ ഓപ്ഷനോ അല്ലെങ്കിൽ വിഡ്രോവലിൻ്റെ കാര്യങ്ങളോ നമുക്കില്ല. അതുപോലെ നമ്മൾക്ക് കിട്ടുന്ന ലെവൽ ഇൻകങ്ങൾ നമ്മൾ മാർക്കറ്റ് പ്ലേസിൽ പോയിട്ട് വിഡ്രോ ചെയ്തെടുക്കണം. വിഡ്രോ എന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റ് വിഡ്രോവലാണ്. $20 ആയി കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും വിഡ്രോ ചെയ്തെടുക്കാവുന്നതാണ്. ഒരു ദിവസം ഒരൊറ്റ തവണ മാത്രമേ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുകയുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞു ബേൺ വാലറ്റിലോട്ട് പോകുന്ന പ്രോഫിറ്റിനെ പറ്റി. എന്താണ് ബേൺ വാലറ്റ് എന്ന് നോക്കാം. ബേണിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ ഏറ്റവും മിനിമത്തിലുള്ള NFT-യുടെ റേറ്റ് അല്ലെങ്കിൽ NFT-യുടെ പ്രൈസ് എന്ന് പറയുന്നത് $50 ആണ്. ഏറ്റവും മികച്ച NFT-യുടെ അല്ലെങ്കിൽ ഏറ്റവും ഹൈ ലെവൽ NFT-യുടെ പ്രൈസ് എന്ന് പറയുന്നത് $500 ആണ്. $500 മുകളിലോട്ട് ഒരിക്കലും നമ്മുടെ NFT-യുടെ പ്രൈസ് പോവില്ല. അത് ബേണായിട്ട് നമ്മൾക്ക് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. അതായത് നമ്മളുടെ NFT 470 ആയി കഴിഞ്ഞാൽ ഒരാൾ ഒരു NFT $50 വാങ്ങി
അത് അയാൾ പ്രോഫിറ്റ് കൂട്ടിയിട്ട് 470 കഴിഞ്ഞാൽ അയാൾക്ക് ആസ് എ ഇൻവെസ്റ്റർ, ഒരു ഇൻവെസ്റ്റർക്ക് എന്താണ് ബേണിംഗ് എന്നറിയാനുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള സിസ്റ്റമാണ് കമ്പനി ഇവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത്. അതായത് ഒരു വ്യക്തി 470 ഒരു NFT ബൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ NFT ബേൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ അവർക്ക് വരുന്നതായിരിക്കും. ആ ബേൺ ചെയ്യാനുള്ള ഓപ്ഷനിൽ ക്യാപിറ്റലിൽ BURN എന്ന് എഴുതി നമ്മൾ ആ NFT ബേൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 470 NFT ആണ് നമ്മൾ ചൂസ് ചെയ്തത് എങ്കിൽ, അല്ലെങ്കിൽ 470 NFT ആണ് നമ്മൾ ബൈ ചെയ്തത് എങ്കിൽ, ആ NFT ബേണായി 10 NFTകളായി നമ്മൾക്ക് ക്രിയേറ്റ് ആവുകയും പകരം $30 നമ്മൾക്ക് എക്സ്ട്രാ പ്രോഫിറ്റ് ആയി കിട്ടുന്നുണ്ട്. അതേസമയം 480 നമ്മളൊരു NFT പർച്ചേസ് ചെയ്യുന്നത് എങ്കിൽ അവിടെ നമ്മൾക്ക് $20 പ്രോഫിറ്റും അതുപോലെ ഈ $480 ഈ NFT കത്തിപ്പോയി പകരം 10 NFTകളായി 50 NFTകളായി നമുക്ക് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇനി 490 ഒരു NFT ആണ് ഒരാൾക്ക് പർച്ചേസ് ചെയ്യാൻ കിട്ടുന്നത് എങ്കിൽ അവിടെ നമുക്ക് $10 ബെനിഫിറ്റും അതുപോലെ 490 NFT ബേണായി 50 10 NFTകളായിട്ട് വരികയും ചെയ്യുന്നുണ്ട്. ഇനി 500 NFT ആണെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ബേൺ ആവുകയാണ് ചെയ്യുന്നത്. അവിടെ നമുക്ക് പ്രോഫിറ്റ് ഇല്ല, പകരം 50 NFTകളായിട്ട് നമുക്ക് തിരിച്ചു കിട്ടുന്നു. ഇതാണ് ബേണിംഗ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ കീ ഫീച്ചേഴ്സ് നോക്കാം. കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് വെരിഫൈഡ് ആയിട്ടുള്ള സ്മാർട്ട് കോൺട്രാക്റ്റ് ആണ്, ഡീസെൻട്രലൈസേഷൻ ആണ്, NFT സ്റ്റാൻഡേർഡ് കംപ്ലയൻസസ് ആണ്, ഓണർഷിപ്പ് ട്രാക്കിംഗ് ആണ്, അതുപോലെ സേഫ് സെക്യൂർ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ്, റോയാലിറ്റി മെക്കാനിസം ആൻഡ് മെറ്റാഡാറ്റ ഇൻ്റഗ്രേഷൻ. ഇതാണ് ഇതിൻ്റെ കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ വ്യക്തികൾക്കും 4 രീതിയിലുള്ള ഇൻകംസ് ഇതിൽ നിന്നും ഉണ്ടാക്കാൻ പറ്റും. അതായത് നമ്മളിവിടെ ഒരു NFT പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പർച്ചേസ് ചെയ്തിട്ടുള്ള NFT സെല്ല് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രോഫിറ്റ്, അതായത് ട്രേഡ് ഇൻകം ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. സെക്കൻഡായി നമുക്ക് ടീം പാസീവ് ഇൻകം കിട്ടുന്നുണ്ട്, അതുപോലെ ഇൻഫിനിറ്റി കാർഡ് ഇൻകം കിട്ടുന്നുണ്ട്. പിന്നെ 4മതായി നമുക്ക് ബേണിംഗും കിട്ടുന്നുണ്ട്. ഇതിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഓരോ വ്യക്തികൾക്കും 4 തരത്തിലുള്ള ഇൻകംസ് ആണ് ഇവിടെ കിട്ടുന്നത്. ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ പ്ലാനും കാര്യങ്ങളും എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഏത് സാധാരണക്കാരനും വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ പ്രോസസ്സിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. സിമ്പിൾ പ്രോസസ്സിംഗ് ആണ്, പക്ഷേ അത്രയും വലിയ ഹൈ ലെവൽ ഇൻകംസ് ആണ് നമുക്കിവിടെ ജനറേറ്റ് ചെയ്യാനും പറ്റുന്നത്. അപ്പോൾ മാക്സിമം ഇതാരും മിസ് ചെയ്യാതെ എല്ലാവരും ജോയിൻ ചെയ്യാൻ നോക്കുക. വളരെ സിമ്പിളായിട്ട് ഏത് സാധാരണക്കാരനും ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ പ്രോസസ്സിംഗ് ആണ്. ആരും അധികം വെയിറ്റ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ നോക്കുക.